രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അപൂർവ ഛായാചിത്ര ഗാലറിയുമായി കെ മാധവൻ ഫൗണ്ടേഷൻ. കാഞ്ഞങ്ങാടിനടുത്ത് ചെമ്മട്ടം വയലിൽ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിലാണ് അപൂർവ ഗാലറി സജ്ജമാക്കിയത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, മൊയ്തു മൗലവി, EMS, AKG, P കൃഷ്ണപിള്ള തുടങ്ങിയ ദേശീയ സംസ്ഥാന നേതാക്കൾക്കൊപ്പം കാസർഗോഡ് ജില്ലയിലെ നിരവധി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഈ ഫോട്ടോ ഗാലറി. ജില്ലയിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളികളായ മഹാകവി ഗോവിന്ദപ്പൈ, AC കണ്ണൻ നായർ, വിദ്വാൻ P കേളുനായർ, KT കുഞ്ഞിരാമൻ നമ്പ്യാർ, K മാധവൻ, നാരന്തട്ട ഗാന്ധിരാമൻ നായർ, ഗാന്ധി കൃഷ്ണൻ നായർ, കുമ്പള ഗാന്ധി, ദേവപ്പ ആൽവ, ബദിയെടുക്ക ഗാന്ധി, കൃഷ്ണഭട്ട്, INA നേതാവ് TV കൃഷ്ണൻ, കയ്യൂർ രക്തസാക്ഷികൾ, കേശവ്ജി, മേലത്ത് നാരായണൻ നമ്പ്യാർ, തിരുമുമ്പ് സഹോദരങ്ങൾ തുടങ്ങിയവരുടെ ഛായാചിത്രങ്ങളുടെ അപൂർവ ശേഖരമാണ് ഈ ഗാലറിയുടെ പ്രധാന ആകർഷണം. കാസർഗോഡ് ജില്ലയിൽ മാത്രം 130ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടെന്നാണ് ഫൗണ്ടേഷന്റെ കണക്ക്. ഇതിൽ ആദ്യഘട്ടത്തിൽ 70ഓളം പ്രധാന വ്യക്തികളുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രം പുസ്തകത്താളുകളിൽ മാത്രം ഒതുങ്ങാതെ പുതുതലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ് ഗാലറിയുടെ ലക്ഷ്യമെന്ന് കെ മാധവൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ C ബാലൻ പറഞ്ഞു. ഇന്ത്യയിലെ ഒരു ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ മുഴുവൻ ഒരു കുടക്കീഴിൽ ഫോട്ടോ എന്ന രൂപത്തിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പൊ അതുവഴി ഈ സ്മാരകം, ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം എന്ന് പറയുന്ന കെ മാധവൻ ഫൗണ്ടേഷന്റെ ആസ്ഥാന മന്ദിരം ഒരു പ്രധാനപ്പെട്ട മ്യൂസിയമായിട്ട് മാറും. നമ്മുടെ പുതിയ തലമുറ വിദ്യാർത്ഥികൾ, നമ്മുടെ ഇപ്പോൾ ജൻ ആൽഫയും അതോടെ ജെൻസി വിഭാഗത്തിനൊക്കെ ഇവിടെ വരാനും ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സഹായിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഫോട്ടോ ഗാലറി വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണ് 12x18 ഇഞ്ച് വലിപ്പത്തിൽ ഫ്രെയിം ചെയ്തതാണ് ഓരോ ചിത്രവും. പഴയ രേഖകളിൽ നിന്ന് ലഭിച്ച വ്യക്തത കുറഞ്ഞ ചിത്രങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പുനഃസൃഷ്ടിക്കാനായതെന്നും 5 മാസത്തെ ശ്രമഫലമായാണ് ഇവ സാധ്യമായതെന്നും ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ പറഞ്ഞു. ഇപ്പോഴത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതികത്വം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത് നമ്മൾ വരച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ശരിക്കും കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ വരയുടെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പഴയ ആളുകളുടെ അവരുടെ ഡ്രസ്സും അതുപോലെ അവർ ഉപയോഗിച്ചിരിക്കുന്ന മറ്റുള്ള ഒരു കന്നഡ അതുപോലെ സാധനങ്ങൾ ഇപ്പോഴില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു വളരെ ചെറിയ ഫോട്ടോ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നമ്മൾ ഡെവലപ്പ് എടുത്തിട്ടാണ് ഈ ഒരു 100ഓളം ചിത്രങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഛായാചിത്ര ഗാലറി സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ ചിത്രങ്ങൾ നാടിന്റെ ചരിത്രങ്ങളാണെന്നും കുട്ടികളിലേക്ക് ഇത്തരം അറിവുകൾ പകർന്നു നൽകാൻ ഈ ഗാലറി കാരണമാകുമെന്നും കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. പ്രമുഖ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ചെയർമാൻ E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. K സതീശൻ, ദൂരദർശൻ ന്യൂസ്, കാസർഗോഡ്.